The sum of the squares of the sides of a right triangle is 288. What is the length of its hypotenuse? ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ സ്ക്വയേഴ്സ് വശങ്ങളുടെ വർഗങ്ങളുടെ തുക 288. ഓർക്കുക, ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ വർഗങ്ങളുടെ തുക 288. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തിൻ്റെ നീളം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് റഫായിട്ടൊരു മട്ടത്രികോണം വരച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, അതിൻ്റെ ലെന്ത് എക്സ് എന്നും വൈ എന്നും എടുക്കാം. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെന്ത് എന്ത് വരും? മട്ടത്രികോണമാണ്. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെന്ത് നമ്മൾ എച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ആപ്ലിക്കബിൾ ആണ്. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അല്ലെങ്കിൽ പാദം സ്ക്വയറും ലംബ സ്ക്വയറും കൂടെ കൂട്ടിയാൽ കർണം സ്ക്വയർ കിട്ടണം. അതായത് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഇവിടുന്ന് എച്ച് സമം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുക്കാമല്ലോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് നോക്കാം. നോക്കുക, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഈസ് 288. അപ്പോൾ ഇതിൻ്റെ ഈ മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും വർഗങ്ങളുടെ തുക 288. അപ്പോൾ ആദ്യത്തെ വശം നമുക്കിതെടുക്കാം. അതിൻ്റെ വർഗ്ഗം എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ. എച്ചിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിൻ്റെ വർഗ്ഗം എടുക്കുമ്പോൾ അഥവാ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മൂന്നാമത്തെ വശത്തിന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് കൊടുക്കാം, കർണത്തിൻ്റെ വർഗ്ഗം. ഇത് ഒന്നും കൂടെ കൂട്ടിയാൽ 288 കിട്ടും. ഇതിനകത്ത് എക്സ് സ്ക്വയർ 2 പ്രാവശ്യമുണ്ട്, വൈ സ്ക്വയർ 2 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 288. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്ര കിട്ടും? 288/2. അതായത് 288ൻ്റെ പകുതി 144 വരും. ഇനി നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കർണമാണ് കാണേണ്ടത്. കർണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 144 ആണ്. റൂട്ട് ഓഫ് 144. അവർക്ക് 12ൻ്റെ സ്ക്വയറാണ് 144. അതുകൊണ്ട് 144ൻ്റെ സ്ക്വയർ റൂട്ട് 12. കർണത്തിൻ്റെ നീളം 12 ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി 12. 7th term of an AP is 120 and its 8th term is 119. What is the 120th term of this sequence? അപ്പോൾ ഇവിടെ ഒരു AP ആണ് നൽകിയിരിക്കുന്നത്. APയിലെ 7th term അത് നമുക്ക് A7 എന്ന് എടുക്കാം. A7 സമം 120 ആണ്, 120 ആണ്. ഇനി 8th term അത് നമുക്ക് A8 എന്ന് എഴുതാം. A8 എത്രയാണ്? 119 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 120ാം പദമാണ്. A120 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു APയിലെ n-ാം പദം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഇതാണ്. AN സമം F പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ രീതിയിൽ കാണാം. F പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസവും കാണണം. അപ്പോൾ ഫസ്റ്റ് ടേം കാണാതെ നമുക്ക് 120ാം പദം കാണാൻ ഒരു മാർഗമുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഏതായാലും നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം കിട്ടാനായിട്ട് 8ാം പദത്തിൽ നിന്നും 7ാം പദം കുറച്ചാൽ മതി. അതായത് A8 മൈനസ് A7 കണ്ടാൽ മതി. A8 എത്രയാണ്? 119. 119ൽ നിന്ന് 120 കുറയ്ക്കണം. ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഉത്തരം നെഗറ്റീവ് വരും. -1 ആണ് പൊതുവ്യത്യാസം. ഇനി ഓർക്കുക, 120ാം പദമാണ് കാണേണ്ടത്. ഈ 8ാം പദത്തിൽ നിന്ന് 9ാം പദം കിട്ടാൻ എന്ത് ചെയ്യണം? 8ാം പദത്തിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. 8ാം പദത്തിൻ്റെ കൂടെ 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാം പദം കിട്ടും. അങ്ങനെയെങ്കിൽ 120ാം പദം കിട്ടാൻ 8ാം പദത്തിൻ്റെ കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണമെന്ന് ഓർക്കുക. 8ാം പദത്തിൻ്റെ കൂടെ 120ൽ നിന്ന് 8 കുറച്ച് എത്രയാണ്? 112. അപ്പോൾ 112 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 120ാം പദം കിട്ടാൻ 8ാം പദത്തിൻ്റെ കൂടെ 112 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ 112D എന്നെഴുതുക. ഇനി 8ാം പദം നമുക്കറിയാം 119 പ്ലസ് 112 ഗുണം
ഡി എത്രയാണ്? -1. അതായത് 119. ഈ 112 ഗുണം -1 എന്ത് വരും? -112 വരും. 119 112 കുറച്ചാൽ 7. അപ്പോൾ 120-ാം പദം 7 ശരിയുത്തരം ഓപ്ഷൻ എ. ABC is an isosceles triangle. AB equal to 4 cm, AC equal to 8 cm. What is the perimeter of triangle ABC? അപ്പോൾ ട്രയാങ്കിൾ ABC ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് നൽകിയിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതിലെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമായിരിക്കണം. ഈ ട്രയാങ്കിളിൽ AB 4 സെൻറ്റിമീറ്റർ എന്ന് നൽകി, AC 8 സെൻറ്റിമീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളുടെയും നീളങ്ങളുടെ തുകയാണ്. അപ്പോൾ മൂന്നാമത്തെ വശം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വശം 8 സെൻറ്റിമീറ്റർ, ഒരു വശം 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ മൂന്നാമത്തെ വശം BC എന്ന് പറയുന്നത് ഒന്നുകിൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇൻ കേസ് BC 4 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ AB പ്ലസ് BC എത്ര വരും? AB പ്ലസ് BC എന്ന് പറയുന്നത് 4 + 4 8 ആവും. അതായത് ACയോട് തുല്യമായിരിക്കും. ഒരു ട്രയാങ്കിളിൽ ഇത് പോസിബിൾ അല്ല. കാരണം ട്രയാങ്കിളിൽ എപ്പോഴും രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടിയിരിക്കണം. ഇത് ഒരു ABയും BCയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ACയുടെ നീളത്തിനോട് തുല്യമായി വരികയാണ്. ഇത് പോസിബിൾ അല്ല. ട്രയാങ്കിളിൽ എപ്പോഴും രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടിയിരിക്കണം. അപ്പോൾ BC 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ BCക്ക് വരാവുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ BC 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് കറക്റ്റ് വരുന്നത്. ഇനി BC 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ചുറ്റളവ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 3 വശങ്ങളും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 8 + 8 16, 16 4 20 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്. 8 + 8 + 4 20 സെൻറ്റിമീറ്റർ വരും. ശരി ഉത്തരം ഓപ്ഷൻ എ 20 സെൻറ്റിമീറ്റർ. ഹാഫ് ഓഫ് 4/10 ഇസ് ഡാഷ്. അപ്പോൾ ഇവിടെ 4/10 പകുതി കാണണം. അപ്പോൾ ഏത് സംഖ്യയുടെയും പകുതി കാണാൻ നമ്മൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 4/10 പകുതി കാണാൻ 4/10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ 4നെയും കൂടെ നമുക്ക് 2ൻ്റെ പവറായിട്ട് എഴുതാം. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇത് 2 സ്ക്വയർ ദി ഹോൾ റൈസ് ടു 10/2 എന്ന് വരും. ഇവിടെ നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് a⁻m ദി ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു a⁻m ഇൻറ്റു n. a⁻m ഇൻറ്റു n. അപ്പോൾ ഈ പവേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ മതി. 2 × 10 20 വരും. അതായത് 2 × 10 20/2 എന്ന് വരും. ഈ 2/20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 20 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. 2 20 തവണ. അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. 2 × 2/19 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഒരു തവണയും ഇവിടെ 19 തവണയും ടോട്ടൽ 20 തവണ ഗുണിച്ചിട്ടുണ്ട്. /2 എന്ന് എഴുതാം. 2 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഉത്തരം 2/19. ശരി ഉത്തരം ഓപ്ഷൻ ഡി 2/19. x - y equal to 9 and xy equal to 10. Then what is 1/x minus 1/y? ഇവിടെ x - yയുടെ വാല്യൂ 9 നൽകിയിട്ടുണ്ട്. അതുപോലെ xy 10 ആണെന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് 1/x മൈനസ് 1/y കാണണം. 1/x മൈനസ് 1/y കാണാനായിട്ട് ഭിന്നസംഖ്യകൾ കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യമാക്കണം. അപ്പോൾ നമുക്കതിനുള്ള മാർഗം നോക്കാം. ഈ y കൊണ്ട് ഈ 1നെ ഗുണിക്കുന്നു. y കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ അവിടെ അംശം y വരും. x മൈനസ് x കൊണ്ട് ഈ 1നെ ഗുണിക്കുന്നു. പൊതുവായ ഛേദമായിട്ട് എക്സും വൈയും കൂടെ ഗുണിച്ചെഴുതുന്നു. ഓർക്കുക, രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഒന്നാമത്തേൻ്റെ അംശത്തെ ഗുണിക്കുന്നു. അതുപോലെ ഒന്നാമത്തേൻ്റെ ഛേദം കൊണ്ട് രണ്ടാമത്തേൻ്റെ അംശത്തെ ഗുണിക്കുന്നു. പൊതുവായ ഛേദം ഈ രണ്ട് ഛേദങ്ങളുടെയും ഗുണനഫലം. അപ്പോൾ y കൊണ്ട് 1നെ ഗുണിച്ചാൽ y മൈനസ് x കൊണ്ട് 1നെ ഗുണിച്ചാൽ x ബൈ പൊതുവായ ഛേദം xy. ദെൻ y മൈനസ് x ബൈ xy എന്ന് കിട്ടി. ഈ y മൈനസ് എക്സിനെ നമുക്ക് x മൈനസ് വൈയുടെ ടേംസിൽ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് x മൈനസ് വൈ എന്ന് എഴുതിയാൽ മതി.
വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ആണ്, ബൈ എക്സ് വൈ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്കറിയാം 9, -9 ബൈ എക്സ് വൈ 10. അപ്പോൾ -9 ബൈ 10 ആണ്, അല്ലെങ്കിൽ -10/9 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി.